Hi all, welcome to SRK Triple Class. നമ്മുടെ മെഷീൻ ലെക്ചർ സീരീസിൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വേവ് വൗണ്ട് ആർമേച്ചർ വൈൻഡിങ്ങില് ഡമ്മി കോയിൽസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ വൈ ഡമ്മി കോയിൽസ് ആർ റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് വേവ് വൗണ്ട് ആർമേച്ചർ വൈൻഡിങ്സ്. അപ്പം ഒറ്റ ഇതിൽ നമുക്ക് പറയാന്ന് വെച്ചാൽ വേവ് വൈൻഡിങ്സ് ഒരു ഡി സി മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡമ്മി കോയിൽസ് നമ്മൾ ഒരു ഡി സി മെഷീനിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മെക്കാനിക്കൽ ബാലൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡമ്മി കോയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഇതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർമേച്ചർ സ്ലോട്ട്സിൽ അല്ലെ ആർമേച്ചർ വൈൻഡിങ് ഇല്ലാത്ത സ്ലോട്ട്സിൽ നമ്മൾ പ്ലേസ് ചെയ്യും. ഈ കോയിൽസ് നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പൊ ഈ കോയിൽസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ബാലൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ നമുക്ക് ഈ കോയിൽസ് കൊണ്ട് നമുക്ക് ഒരു പവർ ജനറേഷനിൽ യൂസ്ഫുൾ ഒന്നുമില്ല. അത് മാത്രമല്ല മറ്റേ കോയിൽസ് നിന്ന് നമുക്ക് ഈ ഒരു ഡമ്മി കോയിൽസ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻസുലേറ്റ് ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത്. ഈ ഡമ്മി കോയിൽസ് ഒരിക്കലും നമ്മൾ കമ്മ്യൂട്ടേറ്റഡ് സെഗ്മെന്റ്സ് ആയിട്ടും നമ്മൾ കണക്ട് ചെയ്യാറില്ല. അപ്പോ ഈ ഡമ്മി കോയിൽസിന് ആവശ്യം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ആർമേച്ചർ വൈൻഡിങ്സ് നമുക്ക് എത്ര സ്ലോട്ട്സ് വേണം എന്നുള്ളത് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇത്ര സ്ലോട്ട്സ് എന്നുള്ളത് കാണും, അവൈലബിൾ ആയിരിക്കും ഷോപ്സിൽ. ഇപ്പം നമുക്ക് ആർമേച്ചർ വൈൻഡിങ് ഷോപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സ്ലോട്ട്സ് ഉള്ള ഇതൊക്കെ നമുക്ക് കിട്ടും, റൈറ്റ്? സോ ബട്ട് നമുക്ക് ചിലപ്പം അതിനെക്കാട്ടും കുറവായിരിക്കും ആവശ്യം വരുന്നത്. ഒരു ഉദാഹരണത്തിന് സപ്പോസ് വി ഹാവ് 30 സ്ലോട്ട്സ് ഉണ്ട്, 30 സ്ലോട്ട്സ് ഉള്ളു, അല്ലെങ്കിൽ 30 കണ്ടക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം, 4 പോൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈക്വലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്തോ മെക്കാനിക്കലി സ്റ്റേബിൾ ആക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു 30 സ്ലോട്ട്സ് ഉള്ള ഒരു ആർമേച്ചർ പഞ്ചിങ്സ് ആയിരിക്കും നമുക്ക് ഷോപ്സിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ 32 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, വി ആർ ആഡിങ് സം ഡമ്മി കോയിൽസ്, അല്ലെ? So these are used with wave winding and are resorted to when the requirements of the windings are not met by the standard armature punchings available in the shops. So dummy coils do not influence the electrical characteristics of the winding because they are not connected to the commutator. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഇതെന്ന് പറയുന്നത് മെക്കാനിക്കൽ ബാലൻസ് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സോ ഈ ഡമ്മി കോയിൽസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, കമ്മ്യൂട്ടർ സെഗ്മെന്റ്സ് ആയിട്ട് കണക്ട് ചെയ്യത്തില്ല. കാരണം ദീസ് കോയിൽസ് ആർ നോട്ട് യൂസ്ഡ് ഫോർ പവർ ജനറേഷൻ. അത് മാത്രമല്ല, these dummy coils are insulated from the other coils also. Now, they are exactly similar to the other coils except that their ends are cut, short and tapped. So, എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ഡമ്മി കോയിൽസ് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ എൻഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഷോർട്ട് ആൻഡ് ടാപ്പേർഡ് ആയിരിക്കും. സോ ബാക്കി കോയിൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ലുക്ക് സിമിലർ. There will be a small difference that it will be cut short and tapped in the end. So they are simply to provide mechanical balance for the armature because an armature having some slots without windings. Okay. ഇപ്പൊ ആർമേച്ചർ സ്ലോട്ട്സിൽ ആർമേച്ചർ വൈൻഡിങ് ഇല്ലാതെ കുറെ സ്ലോട്ട്സ് ഉണ്ടാവും. സോ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദർ ക്രിയേറ്റ്സ് ആൻ ഇംബാലൻസ് ഇൻ ദ സ്ട്രക്ചർ. അപ്പം ആ ഇംബാലൻസ് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെക്കാനിക്കൽ ബാലൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സ്ലോട്ട്സിലാണോ വൈൻഡിങ്സ് ഇല്ലാത്തത് അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ ഡമ്മി കോയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് മെക്കാനിക്കലി ബാലൻസ് ചെയ്യുകയാണ്. അതാണ് ഡമ്മി കോയിൽസിന്റെ ആവശ്യകത വേവ് വൈൻഡിങ്ങിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ലാപ്പ് വൈൻഡിങ്ങിന് നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നത് കാരണം ലാപ്പ് വൈൻഡിങ് ഈക്വലി നമുക്ക് എല്ലാ സ്ലോട്ട്സിലും ആർമേച്ചർ വൈൻഡിങ്സ് കാണും. Now, we can discuss ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, suppose number of armature slots is 15, each containing 4 sides. And the number of poles is 4 for a simplex wave winding. ഒരു സാധാരണ ഒരു സിംപ്ലക്സ് വേവ് വൈൻഡിങ് 4 പോളുള്ള ഒരു മെഷീൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. 15 സ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ പിച്ച് കണ്ടുപിടിക്കുകയാണ്. എന്താണ് Z പ്ലസ് ഓർ മൈനസ് 2/P. അപ്പൊ 15 സ്ലോട്ട്സ് ഉണ്ട്, 4 സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് Z എന്ന് പറയുന്നത് 15 × 4, 15 × 4, 15 × 4 നമ്മൾ 60 ആണ്. സോ 60 പ്ലസ് ഓർ മൈനസ് 2/4. അപ്പൊ നമുക്ക് എന്താ 62/4 വരും, 58/4 വരും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തോ 14.5 or 15.5 എന്നുള്ളതാണ്. സോ ദീസ് ആർ നോട്ട് എൻ ഇന്റിജർ വാല്യൂ. 14.5 അല്ലെങ്കിൽ 15 ഒരു പോളിന് താഴെ 14.5 കണ്ടക്ടേഴ്സ് വേണം അല്ലെങ്കിൽ 15.5 കണ്ടക്ടേഴ്സ് വേണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ ഹാഫ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, വി ആർ ചേഞ്ചിങ് ദിസ്. അപ്പൊ എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ ഒരു 2 കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 64/4 അല്ലെങ്കിൽ 58/4 എന്നുള്ള രീതിയിൽ നമുക്ക് ആക്കാം. സോ നോക്കിയേ, അപ്പൊ എന്ത് ചെയ്തു, വി മേക്ക് 1 ഡമ്മി കോയിൽ സോ ദാറ്റ് വി ഹാവ് 58 ആക്റ്റീവ് കണ്ടക്ടേഴ്സ്.
അപ്പൊ അതായത് 58 പ്ലസ് ഓർ മൈനസ് 2/4 എന്നാക്കി. അപ്പൊ എന്താ 60/4 വരും, അല്ലെങ്കിൽ 56/4 വരും. അപ്പം either it will be 14 or 15. അപ്പൊ 14.5 or 15.5 നമ്മൾ എന്തായി മാറ്റി പിച്ചില് 14 or 15 എന്നാക്കി. അപ്പൊ എന്താ നമുക്ക് ഡമ്മി കോയിൽസ് ആഡ് ചെയ്തത് കാരണം നമുക്ക് ക്ലിയർ ആയിട്ട്. അപ്പം 60 കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 58 കണ്ടക്ടേഴ്സ് ആക്റ്റീവ് കണ്ടക്ടേഴ്സും 2 കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് വിൽ ബി എ ഡമ്മി കോയിൽസ്. ക്ലിയർ? സോ ഇങ്ങനെയാണ് ഇതിന്റെ മീൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഡമ്മി കോയിൽസ് നമ്മൾ ആഡ് ചെയ്യുന്നത് മനസ്സിലാക്കുക. വേവ് വൈൻഡിങ്ങിലാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. വേവ് വൈൻഡിങ്ങിൽ ഡമ്മി കോയിൽസ് യൂസ് ചെയ്തതിന്റെ മെയിൻ പ്രധാന ഇമ്പോർട്ടന്റ് തിങ് വിൽ ബി പ്രൊവൈഡ് ദ മെക്കാനിക്കൽ ബാലൻസ് ഓഫ് ദ സിസ്റ്റം. ക്ലിയർ? സോ ഐ ഹോപ്പ് ഡമ്മി കോയിൽസ്, വേവ് വൈൻഡിംഗ് ഡമ്മി കോയിൽസ് എന്തിനാണ് യൂസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. If you had any queries, we had comment please. Okay, thank you for watching. Thank you.